റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട്. കുവൈറ്റിൽ കുടുങ്ങിയ പ്രതിശ്രുത വധു ശ്വേതയ്ക്ക് ആശ്വാസം. കുവൈറ്റ് എയർലൈൻസ് പാസ്പോർട്ടും രേഖകളുമൊക്കെ വിട്ടു നൽകിയിട്ടുണ്ട്. ശ്വേത ഇന്ന് വൈകുന്നേരം കൊച്ചിയിൽ തിരിച്ചെത്തും. നാട്ടിലേക്ക് തിരികെ വരാനാകാത്ത ശ്വേതയുടെ ദുരവസ്ഥ റിപ്പോർട്ടറാണ് ആദ്യം പുറത്തെത്തിച്ചത്. ശനിയാഴ്ച തൃശ്ശൂരിലാണ് ശ്വേതയുടെ വിവാഹം. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. അവസാനം റിപ്പോർട്ടർ മീഡിയ ഹെൽപ്പ് ചെയ്തു. പിന്നെ അതുപോലെ ഒരുപാട് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ അംബാസിഡർക്ക്. പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഷറഫുദ്ദീൻ സാറിനാണ് ഒരുപാട് താങ്ക്സ്. ആള് ഇന്നലെ തൊട്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ റെസിഡൻസ് ക്യാൻസൽ ചെയ്യാതെ വാലിഡ് റെസിഡൻസിൽ തന്നെ കീപ്പ് ചെയ്തു അവരുടെ പാസ്പോർട്ടും സിവിഐഡിയും നമ്മളെ ഏൽപ്പിക്കുകയും അത് പ്രകാരം അവർക്ക് അതെല്ലാം വാങ്ങി അവർക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു എക്സിറ്റ് പേപ്പർ അടക്കം വാങ്ങിയിട്ടാണ് ഇപ്പോൾ അവരെ യാത്രയാക്കാൻ സാധിച്ചിട്ടുള്ളത്. സുനിഷ എല്ലൂർ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സുനിഷ, അങ്ങനെ റിപ്പോർട്ടർ വാർത്ത അത് ഫലം കണ്ടിരിക്കുകയാണ്. ആ ഇടപെടലിലൂടെ ശ്വേതയ്ക്ക് നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി ശനിയാഴ്ച സന്തോഷത്തോടെ സമാധാനത്തോടെ കല്യാണം. അതാണ് ശ്വേതയും കുടുംബത്തെയും സംബന്ധിച്ചിടത്തോളം ഈ വിഷുദിനത്തിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ആ വാർത്തയുടെ ഭാഗമായതുകൊണ്ട് നമുക്കും ഏറെ സന്തോഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെ ശ്വേത ഈ യാത്രാ പ്രതിസന്ധി എല്ലാം മറികടന്നുകൊണ്ട് ഇന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം കൊച്ചിയിലേക്ക് എത്തും. ശനിയാഴ്ചയാണ് വിവാഹം. അശ്വിനുമായുള്ള വിവാഹം കൂർക്കഞ്ചേരിയിൽ നടക്കുകയും ചെയ്യും. നമുക്കറിയാം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ശ്വേത കടന്നുപോയത് എന്നുള്ളതാണ്. എന്താണ് വിഷയം എന്ന് വെച്ചാൽ ആളുകൾക്ക് അറിയാമായിരിക്കും. കുവൈറ്റ് എയർലൈൻസിൽ നിന്നും ജോലി രാജിവെക്കുന്നു. അതിനുശേഷം പാസ്പോർട്ട് ഈ കമ്പനി പിടിച്ചുവെക്കുകയായിരുന്നു. വിസ റദ്ദാക്കിയാൽ മാത്രമാണ് ഈ പാസ്പോർട്ട് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. സ്വാഭാവികമായും ശനിയാഴ്ച കല്യാണം നടക്കാനുള്ളതാണ്. കല്യാണം അടക്കം മുടങ്ങുമോ എന്നുള്ളൊരു ആശങ്ക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തേക്ക് അറിയിക്കുകയും ചെയ്യുന്നത്. റിപ്പോർട്ടർ വാർത്ത കണ്ട് തന്നെ നിരവധി ആളുകൾ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. സാമൂഹ്യ പ്രവർത്തകനായ ഷറഫുദ്ദീൻ കണ്ണേറ്റുമുക്ക, ഒപ്പം തന്നെ എംപിമാരായ കെ.സി. വേണുഗോപാലായാലും ജോൺ ബ്രിട്ടാസ് ആയാലും പി സുനീർ ആയാലും എല്ലാവരും ഈ വിഷയത്തിൽ ഒരുപോലെ ഇടപെട്ടു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ പ്രതിസന്ധിക്ക് ഇപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നു. ശ്വേതയ്ക്ക് തിരിച്ചു വരാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. കമ്പനി കഴിഞ്ഞ ദിവസം തന്നെ പാസ്പോർട്ടും രേഖകളും എല്ലാം കൈമാറിയിട്ടുണ്ട്. ശ്വേത ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഏതായാലും കൊച്ചിയിലേക്ക് എത്തുകയും ചെയ്യും. എല്ലാം ശുഭകരമായി തന്നെ എത്തുന്നു. അത് ഈ വിഷുദിനത്തിൽ തന്നെ ഇവിടേക്ക് തിരിച്ചെത്തുന്നു. ശനിയാഴ്ചയോടുകൂടി ഇതാ കല്യാണത്തിലേക്ക് കൂടി കടക്കുകയാണ്. വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു കാര്യം കൂടി ഇന്ന് നമ്മളും അതിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് ഈ വിഷുദിനത്തിൽ ഏറ്റവും സന്തോഷകരമായി പറയാൻ കഴിയുന്ന ഒരു വാർത്ത കൂടിയാണിതെന്ന് തോന്നുന്നു. തീർച്ചയായും സുനിഷ, നമ്മളും അതിന്റെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞു. ശ്വേതയെ സഹായിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്കും വലിയ സന്തോഷം. സുനിഷ എല്ലൂരാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. അതെ, അപ്പൊ ഏകദേശം നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി. ഇതുവരെ കണ്ട കാഴ്ചകളോ അല്ലെങ്കിൽ വിശേഷങ്ങളോ ഒന്നുമല്ല ഇനി പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ഒരുപാട് നല്ല കാഴ്ചകൾ, സർപ്രൈസ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കോഫി വിത്ത് അരുണാണ്. ഡോക്ടർ അരുൺ കുമാർ പ്രേക്ഷകർക്കൊപ്പം ചേരും.